ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. As I was wondering what I have to speak today, ഇന്ന് എന്ത് സംസാരിക്കണമെന്ന് ഞാൻ ചിന്തിച്ചുകൊണ്ടിരുന്നപ്പോൾ early morning, the Lord put a thought in my heart കർത്താവ് എന്റെ ഹൃദയത്തിൽ ഒരു ചിന്ത ഇന്ന് രാവിലെ എന്റെ കൊണ്ടുവന്നു. about suffering. കാരണം കഷ്ടപ്പാടിനെ കുറിച്ച്. And when we say the word suffering, what comes to our mind first? നമ്മൾ ഈ കഷ്ടപ്പാട് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യം വരുന്നത് എന്താണ്? Any answers for me? What comes to our mind when we say suffering? കഷ്ടപ്പാട് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ എന്താ ആദ്യം വരുന്നത്? Jesus on the cross. How many of you are that holy? Pain. ചിലർക്ക് കർത്താവ് കുരിശിൽ കിടന്നതിനെ കുറിച്ചാണ് ഓർമ്മ വരുന്നത്, ചിലർക്ക് വേദനയെ കുറിച്ചാണ് ഓർമ്മ വരുന്നത്. Anything else? Hunger. വിശപ്പ്. Death. Yeah. Then anything else? വേറെ എന്തെങ്കിലും ഓർമ്മ വരാറുണ്ടോ? ഫിയർ. ഭയം. Financially. So we have a lot of descriptions about suffering here. We have Christ on the cross, somebody said, pain, hunger, and financial difficulties. All these are suffering, death of a നമ്മുടെ കഷ്ടപ്പാടിനെ കുറിച്ച് പറഞ്ഞപ്പോൾ പലരും പല കാര്യങ്ങൾ പറഞ്ഞു. കർത്താവിന്റെ ക്രൂശിൽ മരിച്ചതിനെ കുറിച്ച് പറഞ്ഞു, നമുക്ക് പണത്തിന്റെ ബുദ്ധിമുട്ടുണ്ടാകുന്ന ഭയങ്ങളെ കുറിച്ച്, വേദനകളെ കുറിച്ച്, അങ്ങനെ പല പല കഷ്ടപ്പാടുകളെ കുറിച്ച് പറഞ്ഞു. But there is a suffering which all of us should suffer. It's a godly suffering. There is a suffering against sin. പക്ഷെ ഇന്ന് ഞാൻ പറയുന്നത് ഇന്നൊരു വേറൊരു കഷ്ടപ്പാടിനെ കുറിച്ച്, നമ്മളെ എല്ലാം വിളിച്ചിരിക്കുന്ന ഒരു ദൈവികമായ ഒരു കഷ്ടപ്പാട്, പാപത്തിനെതിരെയുള്ള ഒരു കഷ്ടതയെ കുറിച്ചാണ് നമ്മളിന്ന് പറയുന്നത്. There are three kinds of suffering we will deal with only the first suffering today, and then subsequently another suffering we will deal with the other two sufferings. മൂന്ന് തരത്തിലുള്ള കഷ്ടതയെ കുറിച്ച് വചനം പറയുന്നു. ഇന്ന് നമ്മൾ ആദ്യത്തെ കഷ്ടതയെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. The first suffering is suffering against sin. ഒന്ന് എന്ന് പറയുന്നത് പാപത്തിനെതിരെയുള്ള കഷ്ടത. The second suffering which we find it very difficult is insults and persecutions. And when people don't value us, they insult you, and that's a suffering. രണ്ടാമത്തെ എന്ന് പറഞ്ഞാൽ മനുഷ്യരെ നമ്മളെ നിന്ദ്യരായി കാണുകയും നമ്മളെ നിന്ദിക്കുകയും നമ്മളെ ഉപദ്രവിക്കുകയും നമ്മുടെ യഥാർത്ഥത്തിലുള്ള നമ്മൾ ആരാണെന്ന് മനസ്സിലാക്കുകയും ബഹുമാനിക്കുകയും ചെയ്യാതിരിക്കുമ്പോൾ നമുക്കുള്ള ഒരു കഷ്ടത. And the third suffering is a suffering, the physical suffering, the emotional suffering of sickness, death, sickness of a near and dear one, and all those sufferings, bodily suffering. മൂന്നാമത്തെ കഷ്ടത എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ നമുക്കുണ്ടാകുന്ന കഷ്ടത, അസുഖങ്ങൾ കൊണ്ട്, ബുദ്ധിമുട്ടുകൾ കൊണ്ട്, നമുക്ക് പ്രിയപ്പെട്ടവർക്കുള്ള അസുഖം, നമുക്കുള്ള അസുഖം, അന്നേരം നമ്മൾ കടന്നു പോകുന്ന ഒരു കഷ്ടത. So these three sufferings, how a Christian, today I'm only talking about a Christian, not anybody else. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്ന ഒരു ക്രിസ്ത്യാനി എങ്ങനെയാണ് ഈ കഷ്ടത നേരിടേണ്ടത്. Three kinds of suffering. മൂന്ന് തരത്തിലുള്ള കഷ്ടത. But how did we know that there is a suffering against sin? നിങ്ങൾ അറിഞ്ഞോ കഷ്ടത, ഒരു പാപത്തിനെതിരെ ഒരു കഷ്ടത ഉണ്ടെന്ന്? Did Jesus suffer against sin? യേശു പാപത്തിനെതിരെ കഷ്ടപ്പെട്ടോ? He took all our sins, but did he suffer by to not to keep sinning, in the sense, did he suffer when he was tempted? നമ്മുടെ പാപം ഏൽക്കാൻ വേണ്ടി അവൻ കഷ്ടത ഏറ്റുന്നു, കഷ്ടതയിലായിരുന്നു. പക്ഷേ ദൈവം പാപം ചെയ്യാതിരിക്കാൻ വേണ്ടി കഷ്ടപ്പെട്ടോ? Hebrews 2:18. Please read Hebrews chapter 2:18. എബ്രായർ 2:18 പോകാം. I can't read it. Somebody read it in English. And then Malayalam. Because he himself suffered when he was tempted, he is able to help those who are being tempted. Wow. താൻ തന്നെ പരീക്ഷിതനായി കഷ്ടം അനുഭവിച്ചിരിക്കാൻ പരീക്ഷിക്കപ്പെടുന്നവർക്ക് സഹായിപ്പാൻ കഴിവുള്ളവൻ ആകുന്നു. So he himself. So like last few weeks back I spoke about why Christ, what all Christ did for us. One of the important things is he identified with us. He suffered being tempted. He is able to help us who suffer now. So we can't say you are Christ, you are God. So you are different. See, you don't know what I am going through. You can't say that. വചനം പറയുന്നു താൻ തന്നെ പരീക്ഷിതനായി കഷ്ടം അനുഭവിച്ചിരിക്കുന്നു.
കർത്താവ് പരീക്ഷിക്കപ്പെട്ടപ്പോൾ കഷ്ടം അനുഭവിച്ചു എന്ന് വചനം പറഞ്ഞുകൊണ്ട് ഇനി നമുക്ക് കർത്താവിനോട് പറയാൻ പറ്റത്തില്ല, കർത്താവ് എന്റെ സാഹചര്യം എന്താ, ഞാൻ എന്തിൽ കൂടെ പോകുന്നത്, എന്റെ എന്താ കഷ്ടം നീ അറിയുന്നില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. So beloved, this is so important. He suffered when he was tempted, yet without sin. Another verse says, yet without sin. പ്രിയപ്പെട്ടവരെ, ഇത് വളരെ പ്രധാനമുള്ളതാണ്. കർത്താവ് പരീക്ഷിക്കപ്പെട്ടപ്പോൾ കഷ്ടത അനുഭവിച്ചു. എന്നിട്ട് വേറൊരു ഭാഗത്തിൽ പറയുന്നു, ഈ കഷ്ടത അനുഭവിച്ചെങ്കിലും അവൻ പാപമില്ലാത്തവനായിരുന്നു. And the consequences, he is able to help us in the suffering against sin. ഇതുമൂലം വചനം പറയുന്നു, നമ്മുടെ ഈ പാപത്തിനെതിരെയുള്ള യുദ്ധത്തിൽ നമ്മളെ സഹായിപ്പാൻ അവൻ മതിയായവനാണ്. So is sin a suffering? പാപം ഒരു കഷ്ടതയാണോ? Are you willing to go through that suffering? ആ കഷ്ടതയിലൂടെ പോകാൻ നമ്മൾ തയ്യാറാണ്. And who is our model in that suffering? ആ കഷ്ടതയിൽ ആരാണ് നമുക്ക്? That is also Jesus Christ. അതും യേശു ക്രിസ്തു തന്നെയാണ്. Till now, for a long time I thought Jesus was God. He didn't have no, it was a cakewalk for him. ഞാൻ പലപ്പോഴും വിചാരിച്ചു യേശു ദൈവമാണ്, അതുകൊണ്ട് യേശു ഇതെല്ലാം വളരെ എളുപ്പത്തിൽ കഴിഞ്ഞ ഒരു But കാര്യമാണ്. the book of Philippians says he emptied himself all his glory and he came down in the form of a servant, even suffering obedience and even suffering death on the cross, and that too on a cross, most humiliating death on a cross. വചനം ഫിലിപ്പിയരിൽ നമ്മളെ ഓർമ്മിപ്പിക്കുന്നു, കർത്താവ് ഈ ലോകത്തിലേക്ക് വന്നപ്പോൾ തന്നെത്താൻ എല്ലാം. Philippians chapter 2, 6. അവൻ ദൈവത്തിൽ ക്രിസ്തുയേശുവിലുള്ള ഭാവം തന്നെ നിങ്ങളിലുണ്ടാകാം. ദൈവരൂപത്തിൽ ഇരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപം എടുത്ത് മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ ഒളിച്ച് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി മരണത്തോളം ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണയുള്ളവരായി. So it's very important. തന്നെത്താൻ ഒഴിച്ച്, that word is very important. Emptied himself. ഇത് വളരെ പ്രധാനപ്പെട്ട വാക്യമാണ്. യേശു കർത്താവ് ഈ ലോകത്തിലേക്ക് വന്നപ്പോൾ തന്നെത്താൻ ഒഴിച്ചു. Emptied himself. That is the most important word in that sentence. Emptied himself, because he didn't use his power. He used the power of the Holy Spirit, which is available to all of us now. ഇത് വളരെ പ്രധാനപ്പെട്ട വാക്യമാണ്. കാരണം തന്നെത്താൻ ഒഴിച്ചു, തന്റെ ശക്തി കൊണ്ടല്ല ഈ ലോകത്ത് ജീവിച്ചത്, മറിച്ച് നമുക്ക് എല്ലാവർക്കും ഉള്ള പരിശുദ്ധാത്മാവിന്റെ ശക്തിയാലാണ് കർത്താവ് ഈ ലോകത്തെ പ്രശ്നങ്ങൾ. So Jesus suffered when he was tempted, yet without sin he is able to help us. അതുകൊണ്ട് കർത്താവ് ഈ ലോകത്തിലായിരുന്നപ്പോൾ കർത്താവ് പാപത്തിനെതിരെ കഷ്ടം സഹിച്ചു. അതുകൊണ്ട് നമ്മുടെ പാപത്തിനെതിരെയുള്ള യുദ്ധത്തിലും ദൈവത്തിന് സഹായിക്കാൻ കഴിയും. So now I will contrast two people in the Old Testament, and then we'll go on to three types of response to sin. ഇനി ഞാൻ പഴയ നിയമത്തിൽ പറഞ്ഞിട്ടുള്ള രണ്ട് ആൾക്കാരെ കുറിച്ച് പറയും. അത് കഴിഞ്ഞ് ഇത് നമ്മുടെ പാപത്തിനെതിരെയുള്ള നമ്മൾ എങ്ങനെ പ്രതികരിക്കണം എന്നുള്ള മൂന്ന് രീതികളെ കുറിച്ച് നമ്മൾ സംസാരിക്കും. The true stories of the Old Testament will enlighten you to the truth that it is not what happens to you or what causes you to sin, but your response to it is so important. ഈ പഴയ നിയമത്തിലെ കഥ നമ്മൾ എന്തിനാണ് ഓർക്കുന്നതെന്ന് വെച്ചാൽ, നമ്മുടെ ജീവിതത്തിൽ എന്താ സംഭവിക്കുന്നത് അതല്ല നമ്മളെ പാപത്തിലേക്ക് നയിക്കുന്നത്, പക്ഷെ നമ്മുടെ ജീവിതത്തിലെ സംഭവങ്ങളോട് നമ്മൾ എങ്ങനെ പ്രതികരിക്കുന്നു അതനുസരിച്ചാണ് നമ്മൾ പാപത്തിലേക്ക്. 2 Samuel 12:13. Can we read that? The story is that God told Samuel to do something. King Saul, who is very good looking, tall, very efficient guy, to do something. He didn't do it, and then the prophet, which prophet confronts him? No, Samuel. അല്ല Saul. Samuel. ഒന്ന് Samuel. First Samuel 15. Second Samuel. Yeah, Second Samuel 12:13. Yeah. 15:30. ഒന്ന് ശമൂവേൽ 15:30. ഒന്ന് ശമൂവേൽ Sorry, we're talking about Saul first. ഒന്ന് ശമൂവേൽ 15:30 പറയുന്നു, എങ്ങനെ ഒരു രാജാവായിരുന്ന ശൗല് ഒരു ദൈവം ഒരു കാര്യം ചെയ്യാൻ ശൗലിനെ ഏൽപ്പിച്ചു. ആ ജോലി ചെയ്യാനായിട്ട് ശൗല് പോയി കഴിഞ്ഞിട്ട് ദൈവം പറഞ്ഞിട്ട് പൂർണ്ണമായും അനുസരിക്കാതിരുന്ന അവസ്ഥയെക്കുറിച്ച്. He didn't obey, and then he was exposed by the prophet, and then he said, I have sinned. What was the first word of Saul? He says, I have
sin. നമ്മളിവിടെ കാണുന്നു ശൗലിനോട് ദൈവം പറഞ്ഞു ഒരു കാര്യം ചെയ്യാൻ പറഞ്ഞിട്ട് ശൗൽ അത് പൂർണ്ണമായും ചെയ്തില്ല. അപ്പൊ അത് പറയാനായിട്ട് ശമൂവേൽ പ്രവാചകനെ ദൈവം വിടുന്നു. അപ്പൊ ശമൂവേലിനെ കാണുമ്പോൾ ആദ്യം ശൗല് പറയുന്നത് ഞാൻ പാപം ചെയ്തിരിക്കുന്നു. I have sinned, yet honor me now before the elders of my people and before Israel. എങ്കിലും ജനത്തിന്റെയും മൂപ്പന്മാരുടെയും ഇസ്രായേലിന്റെയും മുൻപാകെ ഇപ്പോൾ എന്നെ മാനിച്ച് and return with me that I may bow before the Lord your God. ഞാൻ നിന്റെ ദൈവമായ യഹോവയെ നമസ്കരിക്കേണ്ടതിന് എന്നോട് കൂടെ പോരേണമേ എന്ന് അപേക്ഷിച്ചു. So even though you compare with David, no, this guy's sinning was not so like in our eyes, no, he didn't kill some sheep or something like some simple sin, no. But look at his attitude. He says, "Yet I have sinned. Okay, I have sinned. Yet honor me now. Honor me now. Now, this moment you have to honor me. All honor should go to me before the elders of my people and before Israel, and return with me that I may bow before the Lord your God." This is just like the prodigal son's brother saying, "This son of yours has come." നമ്മളിവിടെ കാണുന്നു ശൗലിന്റെ പാപവും ദാവീദിന്റെ പാപവും വെച്ച് നോക്കുമ്പോൾ ദാവീദ് കൊലപാതകം ചെയ്തു, വ്യഭിചാരം ചെയ്തു, പലതും ചെയ്തു. അതിനേക്കാൾ ഒരു കൊച്ചു പാവമാണ് ശൗല് ചെയ്തിരിക്കുന്നത്. പക്ഷേ ശൗലിന്റെ മനോഭാവം നമ്മൾ ഇവിടെ കാണുന്നു. അവൻ ഉടനെ സംഭവിച്ചു, ഞാൻ പാപം ചെയ്തിരിക്കുന്നു, പക്ഷേ എങ്കിലും ജനത്തിന്റെയും മൂപ്പന്മാരുടെയും ഇസ്രായേലിന്റെയും മുമ്പാകെ എന്നെ മാനിക്കണേ. ഇപ്പോൾ എന്നെ മാനിച്ച് ഞാൻ നിന്റെ ദൈവമായ യഹോവയെ നമസ്കരിക്കേണ്ടതിന് എന്നോട് കൂടെ പോരേണമേ എന്ന് അപേക്ഷിച്ചു. So the heart of Saul was far away from the Lord. He was worried about his reputation before people, his honor before people, and he was no personal connection with the Father. He says, "Your God." Was he not Saul's God? ഇത് കാണിക്കുന്നത് എന്താന്ന് പറഞ്ഞാൽ ശൗലിന്റെ ഹൃദയം ദൈവമായിട്ട് വളരെ ദൂരെയായിരുന്നു. ശൗലിന്റെ ആ സമയത്തുള്ള ചിന്ത മുഴുവൻ ശൗലിനെ കുറിച്ച് മറ്റുള്ളവർ എന്താണ് ചിന്തിക്കുന്നത്, തന്റെ ജനം, മൂപ്പന്മാരും, അതുപോലെ എന്റെ ദൈവം എന്നല്ല പറയുന്നത്, ശമൂവേലിന്റെ ദൈവം എന്നാണ് പറയുന്നത്. ദൈവവുമായുള്ള ബന്ധം പൂർണ്ണമായി നഷ്ടപ്പെട്ട ഒരു അവസ്ഥയാണ്. So now we understand. So each one of us sitting here, is there a Saul in our heart? Okay, I have sinned. You know why you are not escaping? Why I am not escaping from sin is because of this attitude. I have sinned, but honor me now. Let me cover it up now. നമ്മുടെ ജീവിതത്തിലേക്ക് നോക്കുക. നമ്മുടെ ഹൃദയത്തിൽ ഒരു ശൗലുണ്ടോ? ഞാൻ പാപം ചെയ്തു, ഞാൻ സമ്മതിച്ചു, ഞാൻ പാപം ചെയ്തു, പക്ഷെ ഇപ്പൊ എന്റെ ഇതൊന്നും ആരും കാണാതെ ഒന്ന് ഒഴിഞ്ഞു കിട്ടിയാൽ മതിയാണ്. Why this is important is because of Saul's sin. What Saul's sin was not killing. Actually, it's a better. He didn't kill the sheep. Okay. Now we contrast it with your small sins. ശൗലിന്റെ പാപം എന്ന് പറഞ്ഞാൽ വലിയ പാപമല്ലേ. ശൗലെ ആടിനെ കൊണ്ടുവന്ന എല്ലാ അമാലേക്യരുടെയും എല്ലാം നശിപ്പിച്ചില്ല എന്നുള്ളതായിരുന്നു. അത് ചെറിയൊരു പാപമായിട്ട് നമുക്ക് തോന്നാം. So when you contrast with your sins today, your things, that's why Jesus said, God is looking at your heart. ഇത് നമ്മുടെ ജീവിതത്തിലെ കൊച്ചു കൊച്ചു പാപങ്ങളുമായിട്ട് നോക്കിയല്ല, അതുപോലാണോ? വചനം പറയുന്നു, ദൈവം നമ്മുടെ ഹൃദയത്തിന്റെ നിലവുകളും നമ്മുടെ ഹൃദയത്തെ നോക്കുന്ന ഒരു ദൈവമാണ്. Unless there's a verse which says, not a one small law from the Testament will go until everything is fulfilled. Jesus says that. വചനം പറയുന്നുണ്ട്, ഇത് എല്ലാം എല്ലാം അഴിഞ്ഞു പോവുകയില്ല. ദൈവത്തിന്റെ നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന എല്ലാം പൂർത്തിയാകുന്നവരെ ഒന്നും അഴിഞ്ഞു പോവുകയില്ല. People say Jesus is endorsing the Old Testament. So that's what some people say as criticism. ഇത് പറയുമ്പോൾ പലരും അതിനെ കുറ്റമായി പറയുന്ന പഴയ നിയമത്തിൽ പറഞ്ഞതിനെ എല്ലാം യേശു സമ്മതിക്കുകയാണെന്ന്. But Jesus, then he goes on to say that unless your righteousness surpasses that of the Pharisees, you will not enter heaven. വചനം അവിടെ അത് കഴിയുമ്പോൾ യേശു പറയുന്നു, നിങ്ങളുടെ നീതി പരീശന്മാരുടെ നീതിയെ കവിഞ്ഞില്ലെങ്കിൽ നിങ്ങൾ ദൈവരാജ്യത്തിൽ കടക്കുകയില്ല. Then he goes on to say, if you are angry with your brother, you have murdered him. If you look at a woman, you have committed adultery with her. Okay? If your right hand causes you sin, cut it off. So he's talking about the 10 commandments, the full meaning of the 10 commandments. അത് കഴിഞ്ഞ് കർത്താവ് 10 കൽപ്പനകൾ, പഴയ നിയമത്തിൽ പറഞ്ഞുള്ള 10 കൽപ്പനകളുടെ പൂർണ്ണമായ അർത്ഥം പറയുന്നു. ഒരു സ്ത്രീയെ ആഗ്രഹത്തോടെ നോക്കിയാൽ നീ പാപം ചെയ്യുന്നു, നീ കള്ളം പറയുന്നത് തെറ്റാണ്, നീ മറ്റുള്ളവർ ദേഷ്യപ്പെടുന്നത് തെറ്റാണ്. ഇങ്ങനെ ഓരോ കാര്യവും പൂർണ്ണതയിലേക്ക് കൊണ്ടുവരുന്നു. So that's why God said,
I will make a new covenant where I will write the law on their heart. അതുകൊണ്ടാണ് വചനം പറയുന്നത് ഞാനൊരു പുതിയ ഉടമ്പടി ഉണ്ടാക്കും, അത് എന്റെ നിയമങ്ങളെ നിങ്ങളുടെ ഹൃദയത്തിൽ എഴുതാനായിട്ടാണ്. Response number 2, 2 Samuel 12:13, David. രണ്ടാമത്തെ എങ്ങനെ വേറൊരാൾ എങ്ങനെ പ്രതികരിച്ചു എന്ന് നമുക്ക് നോക്കാം. അത് ദാവീദിന്റെ പ്രതികരണമാണ്. 2 ശമൂവേൽ 15:30. 2 ശമൂവേൽ 12:13. David said to Nathan, I mean, you know the story, right? Nathan gives a big story about a person who owned, a poor man who owned a sheep, and he was taken from by a rich person, was cheated of that. And then David, being a very righteous man, he said, no, I will, we will have to compensate that, we'll have to finish that person off. And then Nathan said, you are that man. Look at the guts of Nathan before a king. You are that man. Any moment he can be. നമ്മൾ ഇവിടെ കഥ കാണുന്നു. ദാവീദ് ഒരു പാപം ചെയ്തു. ആ പാപത്തെ കുറിച്ച് പറയാനായി നാഥാനെ ദൈവം ദാവീദിന്റെ അടുത്ത് വന്നു. നാഥാൻ ഒരു കഥ പോലെയാണ് അത് പറയുന്നത്. ഒരു ധനവാൻ ഉണ്ടായിരുന്നു, ഒരു ദരിദ്രൻ ഉണ്ടായിരുന്നു. ധനവാന്റെ വീട്ടിൽ ആള് വന്നപ്പോൾ ദരിദ്രന്റെ ഏക ആടിനെ പിടിച്ച് അവൻ കൊന്നു. ഇത് കേട്ടപ്പോൾ നീതിമാനായ ദാവീദ് വളരെ ദേഷ്യപ്പെട്ട് അതിന് പകരം ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ നാഥാൻ വളരെ ധൈര്യത്തോട് പറഞ്ഞു, ആ മനുഷ്യൻ നീ തന്നെ. ഇത് പറയാൻ എന്ത് ധൈര്യം വേണം? രാജാവിന്റെ മുഖത്ത് നോക്കി അത് പറഞ്ഞ് പിറ്റേന്ന് തന്നെ കൊല്ലുകയും ചെയ്യാവുന്ന ഒരു രാജാവിനോടാണ് നാഥാൻ ഇങ്ങനെ പറയുന്നത്. David said to Nathan, I have sinned against the Lord. അപ്പോൾ ദാവീദ് എന്താ പറഞ്ഞതെന്ന് നോക്കാം. ദാവീദ് നാഥാനോട് പറഞ്ഞു, ഞാൻ യഹോവയോട് പാപം ചെയ്തിരിക്കുന്നു. And that's it, And I will tell you, this is the primary response of David. I will tell you the secondary response. ദാവീദ് ആദ്യം പ്രധാനമായി ചെയ്ത പ്രതികരണം ഞാൻ യഹോവയോട് പാപം ചെയ്തിരിക്കുന്നു. And then, as God knows your heart, what is God's response? അത് ദൈവത്തിന് നമ്മുടെ ഹൃദയം അറിയാവുന്നതുകൊണ്ട് ദൈവം എന്നെ തിരിച്ചു പ്രതികരിച്ചത്. The Lord also has put away your sin. അപ്പോൾ ദൈവം തിരിച്ചു പറഞ്ഞു, യഹോവ നിന്റെ പാപം മോചിച്ചിരിക്കുന്നു. Murder, adultery, killing, everything. Just imagine how you can never imagine what David did, right? You can't. We will shudder. One of us does that here. None of us will look at that person again in life. നമ്മളെ ദാവീദ് എന്താ ചെയ്തതെന്ന് നോക്കുമ്പോൾ ദാവീദ് ചെയ്തത് കൊലപാതകം, വ്യഭിചാരം എല്ലാം ചെയ്തിട്ടുണ്ട്. അങ്ങനെ ചെയ്ത ഒരാൾ നമ്മളെ കാണുവാണെങ്കിൽ നമ്മൾ അയാളുടെ മുഖത്തോട്ട് പോലും നോക്കും. It's not simple കൊലപാതകം and വ്യഭിചാരം. No, look at Uriah. Uriah was a nice man, such a gentleman. I wish when I go to heaven, I just want to see Uriah once. He was such an honorable person. ഇതൊരു വെറും ഒരു കൊലപാതകമല്ലായിരുന്നു. ഊരിയാവിനെ കുറിച്ച് നമ്മൾ വായിക്കുമ്പോൾ ഊരിയാവ് വളരെ നല്ലൊരു മനുഷ്യനും വളരെ നല്ലൊരു സൈനികനും ദാവീദിനോട് വിശ്വസ്തതയുള്ളവരുമായിരുന്നു. I'm sure Uriah will have a big place in heaven, because he's so spoken less of, He's an honorable man. He won't go home. He wants to finish his duty. Man of discipline, man of valor, man of justice. ഈ ഊരിയാവിനെ കുറിച്ച് വളരെ കുറച്ച് എഴുതിയിട്ടുണ്ടെങ്കിലും ഊരിയാവിന്റെ സ്വഭാവം ആ വാക്കുകളിൽ നമുക്ക് കാണാം. ഒരു വിശ്വസ്തതയുള്ളവനായിരുന്നു. അവന്റെ ജോലിയെ കുറിച്ച് അവന് ധൈര്യമുള്ളവനായിരുന്നു. അവന് രാജാവ് ഏൽപ്പിച്ച കടമ തീർക്കണം എന്ന് പറഞ്ഞ് വളരെ വിശ്വസ്തതയോടെ ജോലി ചെയ്യുന്ന വളരെ നല്ലൊരു വ്യക്തിയായിരുന്നു. Yet, when David did that also, God said, I forgive you. എന്നിട്ടും അങ്ങനെ ഒരാളെ കൊലപാതകം ചെയ്തിട്ട് ദൈവം പറയുന്നു. David's secondary response. ദൈവത്തിന്റെ രണ്ടാമത്തെ പ്രതികരണം. Psalm 51. The whole psalm is his response. സങ്കീർത്തനം 51 നമുക്ക് കാണാം. Psalm 51. Have mercy on me, O God, according to your steadfast love. Can somebody read this psalm fast? ആർക്കെങ്കിലും ഈ സങ്കീർത്തനം വേഗം വായിക്കാം. Just to see his response. How many verses are there? ദൈവമേ, നിന്റെ ദയയ്ക്ക് തക്കവണ്ണം എന്നോട് കൃപയുണ്ടാകണമേ. നിന്റെ കരുണയുടെ ബഹുത്വപ്രകാരം എന്റെ ലംഘനങ്ങളെ മായ്ച്ചു കളയണമേ. എന്നെ നന്നായി കഴുകി എന്റെ അകൃത്യം പോക്കണമേ. എന്റെ പാപം നീക്കി എന്നെ വെടിപ്പാക്കണമേ. എന്റെ ലംഘനങ്ങളെ ഞാൻ അറിയുന്നു. എന്റെ പാപം എപ്പോഴും എന്റെ മുമ്പിലിരിക്കുന്നു. നിന്നോട് തന്നെ ഞാൻ പാപം ചെയ്തു. നിനക്ക് അനിഷ്ടമായുള്ളത് ഞാൻ ചെയ്തിരിക്കുന്നു. സംസാരിക്കുമ്പോൾ നീ നീതിമാനായും വിധിക്കുമ്പോൾ നിർമ്മലമായിരിക്കേണ്ടതിന് തന്നെ. ഇതാ ഞാൻ അകൃത്യത്തിൽ ഉരുവായി. പാപത്തിൽ എന്റെ അമ്മ എന്നെ ഗർഭം ധരിച്ചു. അന്തർഭാഗത്തിലെ സത്യമല്ലോ നീ ഇച്ഛിക്കുന്നത്. അന്തരംഗത്തിൽ എന്നെ ജ്ഞാനം ഗ്രഹിപ്പിക്കണമേ. ഞാൻ നിർമ്മലനാകേണ്ടതിന് ഈ സോപ്പ് കൊണ്ട് എന്നെ ശുദ്ധീകരിക്കണമേ. ഞാൻ ഹിമത്തെക്കാൾ വെളുക്കേണ്ടതിന് എന്നെ കഴുകണമേ. സന്തോഷവും ആനന്ദവും എന്നെ കേൾക്കുമാറാക്കണമേ. നീ ഒഴിച്ച് അസ്ഥികൾ ഉല്ലസിക്കട്ടെ. എന്റെ പാപങ്ങളെ കാണാതെ വണ്ണം നിന്റെ മുഖം മറയ്ക്കണമേ.
എന്റെ അകൃത്യങ്ങളൊക്കെയും മായ്ച്ചു കളയണമേ. ദൈവമേ, നിർമ്മലമായ ഒരു ഹൃദയം എന്നിൽ സൃഷ്ടിച്ച് സ്ഥിരമായ ഒരു ആത്മാവിനെ എന്നിൽ പുതുക്കണമേ. നിന്റെ സന്നിധിയിൽ നിന്ന് എന്നെ തള്ളിക്കളയരുത്. നിന്റെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുക്കുകയും അരുത്. നിന്റെ രക്ഷയുടെ സന്തോഷം എനിക്ക് തിരികെ തരണമേ. മനസ്സൊരുക്കമുള്ള ആത്മാവിനാൽ എന്നെ താങ്ങണമേ. അപ്പോൾ ഞാൻ അതിക്രമക്കാരനോട് നിന്റെ വഴികളെ ഉപദേശിക്കും. പാപികൾ നിങ്ങളിലേക്ക് മനം തിരിയും. Amazing stuff. See, now the psalm has taken a new meaning for you, right? ഒരു മനോഹരമായ സങ്കീർത്തനമാണ് ഈ സങ്കീർത്തനം. നമ്മളിപ്പം ആ കഥയുടെ പശ്ചാത്തലത്തിൽ നോക്കുമ്പോൾ ആ സങ്കീർത്തനത്തിന് So it is structured in such a way that he is excellent. I am a sinner. I am formed in sin. I am wrought in sin. And clean my innermost part. Fill me with the Holy Spirit. Do not take it away. After everything he says, then I will be able to restore the sin. So from the depth of sin, by the hand of God, he has come up. നമ്മളിവിടെ കാണുന്നു ദാവീദ് പറയുന്നു, എന്റെ പാപങ്ങൾ എന്റെ ലംഘനങ്ങൾ ഞാൻ അറിയുന്നു. ഞാൻ പാപത്തിൽ ഉരുവായി. ഞാൻ ദൈവം അന്തർഭാഗത്തിലെ സത്യമല്ലോ ആഗ്രഹിക്കുന്നത്. എന്നെ എന്റെ സന്നിധിയിൽ നിന്ന് എന്നെ തള്ളിക്കളയരുത്. എന്റെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുക്കരുത്. അവന്റെ പ്രശ്നങ്ങൾ ഞാൻ പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, ഇതെല്ലാം സംഭവിച്ചു കഴിയുമ്പോൾ ഞാൻ അതിക്രമക്കാരോട് നിന്റെ വഴികളെ ഉപദേശിക്കും. So the contrast, Saul with his small sin and with his horrible heart, David with his big sin against a just man called Uriah, and such a contrite and a humble heart. നമുക്ക് ഇവരെ രണ്ടുപേരെയും കൂടെ നോക്കിയാൽ, ഒന്ന് ശൗൽ, ഒരു ചെറിയ പാപമുള്ളൂ, പക്ഷെ അവന്റെ ഹൃദയം ശരിയല്ലായിരുന്നു ദൈവത്തിന്റെ മുമ്പിൽ. പക്ഷെ ദാവീദ് ഒരു നല്ല മനുഷ്യനായ ഊരിയാവിനെതിരെ വലിയൊരു പാപം ചെയ്തിട്ടും അവന്റെ ഹൃദയം തകർന്ന ഹൃദയം, മനസ്സ് തകർന്ന് അവൻ കർത്താവിന്റെ അടുത്തേക്ക് പോയി. അവന്റെ പ്രതികരണം എങ്ങനെയാണെന്ന് നമുക്ക് ചിന്തിക്കാം. You can imagine David say, we feel so much, how much David till his death would have felt about Uriah, about the sin he did, right? നമുക്കിങ്ങനെയൊക്കെ ദാവീദിനെ കുറിച്ച് തോന്നുമെങ്കിൽ ദാവീദ് തന്റെ ഹൃദയത്തിൽ എന്തുമാത്രം വേദനയും കൊണ്ടായിരിക്കും എന്റെ ജീവിതാന്ത്യം വരെ പോയെന്ന് നമുക്ക് ആലോചിക്കാം. Okay, so the Saul and David, small sin, big sin, big not knowing God, a man after God's own. നമ്മള് രണ്ടുപേരെ കാണുന്നു, ശൗല്, ദാവീദ്. ഒരാള് ദൈവത്തെ ശരിക്കും അറിഞ്ഞില്ല, ഒരാള് ദൈവത്തെ അറിഞ്ഞു. ദൈവത്തിന്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യൻ. Now we are going to talk about 3 responses to sin. നമ്മൾ പാപത്തോട് എങ്ങനെ പ്രതികരിക്കുമെന്ന് 3 പ്രതികരണങ്ങളെ കുറിച്ച് നമുക്ക് ചിന്തിക്കാം. What is the first response? ആദ്യത്തെ പ്രതികരണം എന്താണ്? No response. ഒരു പ്രതികരണവും ഇല്ലാതിരിക്കുക. Not bothered. അതിനെക്കുറിച്ച് ചിന്തയില്ല. Indifference. ഒരു ചിന്തയില്ലാതെ, ഒരു വിലയില്ലാതെ പോകുന്നു. Numbness. നമുക്കൊരു മരവിച്ച അവസ്ഥ. Imagine remember I'm talking about Christians, not about non-Christians who don't know what is sin. Okay? ഞാൻ സംസാരിക്കുന്ന ക്രിസ്ത്യാനികളെ കുറിച്ച്. പാപം എന്താണെന്ന് അറിയുന്നവർക്ക് പാപം സംഭവിക്കുമ്പോൾ ഒരു മരവിപ്പ്, ഒന്നും ചിന്തിക്കാത്ത അവസ്ഥ. The most dangerous place is not sin. It is being comfortable with sin. ഏറ്റവും ബുദ്ധിമുട്ടുള്ള, ഏറ്റവും പ്രശ്നമായിട്ടുള്ള സ്ഥലം എന്ന് പറഞ്ഞാൽ പാപത്തിലാകുന്നതല്ല, പാപത്തിൽ നമ്മൾ സുഖമായിരിക്കുന്നതാണ് നമ്മുടെ ജീവിതത്തിലെ വലിയ പ്രശ്നം. How many of you seen leprosy? എത്ര പേര് കുഷ്ഠരോഗം കണ്ടിട്ടുണ്ട്? The new generation have not seen. Some people have seen lepers. കുഷ്ഠരോഗികളെ എത്ര പേര് കണ്ടിട്ടുണ്ട്? പുതിയ കുഞ്ഞുങ്ങളൊന്നും കുഷ്ഠരോഗികളെ കണ്ടിട്ടുണ്ടാവില്ല. I have treated lepers, people with leprosy. You know what is the greatest complaint? ഞാൻ കുഷ്ഠരോഗികളെ ചികിത്സിച്ചിട്ടുണ്ട്. അവർക്കുള്ള ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന്? Any idea what is the worst complaint? Problem is a social thing. What is the complaint? അവരുടെ ഏറ്റവും വലിയ ബുദ്ധിമുട്ട്, അവർ പറയുന്ന ബുദ്ധിമുട്ട് എന്താണ്? Numbness. Yes, I told a lot of people have numbness with diabetes. മരവിപ്പ്. അതായത് ഒത്തിരി ഡയബറ്റീസ് ഉള്ളവർക്ക് പലർക്കും മരവിപ്പൊക്കെ. Exactly. Lack of pain. അവരുടെ ഏറ്റവും വലിയ പ്രശ്നം അവർ വേദന അറിയുന്നു. There is a book by Paul Brandt, who is a leprosy surgeon, The Gift of Pain. If you can read it, you read it. If you're a doctor or nurse, you'll understand it better. Gift of Pain. അതെന്ന് അവർക്ക് വേദന അറിയാൻ വയ്യാത്ത അവസ്ഥയാണ്. പോൾ ബ്രാൻഡ് എന്ന് പറഞ്ഞ കുഷ്ഠരോഗികളുടെ ഇടയ്ക്ക് വർക്ക് ചെയ്ത ഒരു ഡോക്ടർ ഉണ്ടായിരുന്നു. അദ്ദേഹം ഒരു പുസ്തകം എഴുതി, വേദനയുടെ ഗിഫ്റ്റ്, വേദന എന്ന സമ്മാനത്തെ ഗിഫ്റ്റ് ഓഫ് പെയിൻ എന്ന് പറഞ്ഞു. അത് വായിക്കാവുന്നവർക്ക് വായിക്കാവുന്നതാണ്. So
losing that precious gift of pain causes you to get into more accidents. You get injury to the deeper tissues. There are people who have come with, the loss of fingers because some rats have eaten away their fingers because they didn't feel pain. And the funny part is that rats realize social leper. The rat won't come and nibble at your feet. കാരണം അത് ഞാൻ പല രോഗികളെയും നോക്കിയപ്പോൾ ചില രോഗികൾ വരുന്നവർക്ക് വേദന ഇല്ലാത്തതുകൊണ്ട് അവരുടെ പല ഭാഗങ്ങളും മറ്റു പോകുന്നതും വേദനകളൊന്നും അവർ അറിയുന്നില്ല. ഈ എലി വന്ന് അവരുടെ വിരലുകൾ തിന്നിട്ട് പിന്നെ വിരൽ പോയി കഴിഞ്ഞിട്ടാണ് അവർ അറിയുന്നത്. കാരണം അവർക്ക് വേദന ഇല്ലാത്തതുകൊണ്ട്. എനിക്കും അറിയാം ആർക്കാണ് വേദന ഇല്ലാത്തത്, ആരാണ് കുഷ്ഠരോഗി എന്ന് വന്ന്. 1 Timothy 4:2. 1 Timothy 4:2. 1 തീമോഥെയോസിന്റെ പുസ്തകം 4-ാം അധ്യായം 2-ാം വാക്യത്തിൽ പറയുന്നു. 1 Timothy 4:2. Such teachings come through hypocritical liars, whose consciences have been seared as with a hot iron. Okay, so when the conscience is seared, വചനം പറയുന്നു സ്വന്തം മനസാക്ഷിയിൽ ചൂട് വെച്ചവരായി, then you don't realize that you are sinning also. When you keep on sinning, your conscience becomes seared. നമ്മൾ വീണ്ടും ഒരേ പാപം ചെയ്യുമ്പോൾ നമ്മുടെ മനസാക്ഷി ചൂട് വെച്ചതുപോലെ അതിലങ്ങ് കട്ടി പിടിച്ചു. So you not only sin, you lead others into sin. അങ്ങനെ ആവുമ്പോൾ നമ്മൾ പാപം ചെയ്യുന്നത് മാത്രമല്ല മറ്റുള്ളവരെ പാപത്തിൽ. You are very comfortable in sin. കാരണം നമ്മൾ പാപത്തിൽ വളരെ സുഖമായിട്ടിരിക്കുകയാണ്. So today, how many of us are comfortable with a small sin? ഇന്ന് നമ്മൾ ഓരോരുത്തരും നമ്മുടെ ജീവിതത്തിലേക്ക് നോക്കാം. നമ്മൾ ആരൊക്കെയാണ് ഏതെങ്കിലും പാപത്തിൽ ഒരു സുഖം കണ്ട് സുഖമായിരിക്കുന്നത്? Like Saul, how many of us are saying, I have sinned, but now please honor me before these people around me, so that your God will be satisfied. ഷൗലിനെ പോലെ ഞാൻ പാപം ചെയ്തെന്ന് എനിക്കറിയാം, പക്ഷെ തൽക്കാലം ആളുകളുടെ മുമ്പിൽ നിന്റെ ദൈവം നന്നായിരിക്കാൻ വേണ്ടി ഇതൊന്ന് ഒളിച്ചു തൽക്കാലം ഇതൊന്നും കഴിഞ്ഞു പോട്ടെ, തൽക്കാലം കുറച്ചേരം കഴിയട്ടെ, let us wait for some more time. കുറച്ച് കഴിയും. There's no urgency. ഇതിനൊരു തിരക്കില്ല. Contrast this with Jesus is saying that if your eye causes you to sin, gouge it out. If your right hand causes you to sin, cut it away. യേശു പറഞ്ഞത് നമുക്ക് ഓർക്കാം. നിന്റെ വലത് കണ്ണ് നിന്നെ പാപം ചെയ്യുന്നത് ചുഴുന്നെടുത്ത് കളയുക, നിന്റെ കരം നിന്നെ പാപം ചെയ്യുന്നത് വെട്ടിക്കളയുക. So Jesus, for him it is very urgent. It is very urgent. You deal with it now. Whereas Saul says, forget now. യേശു പറഞ്ഞത് ആ പാപം വളരെ പ്രാധാന്യമുള്ളതാണ്, ഇപ്പം തന്നെ അതിനെ നേരിടുക, അതിന്റെ കാര്യം എന്താ ചെയ്യുക. പക്ഷെ ശൗല് പറഞ്ഞ് കുറച്ച് കഴിഞ്ഞ് അത് പോട്ടെ. The Lord says, deal it now. Today, if you hear this voice, do not harden your heart. Today, not tomorrow. വചനം പറയുന്നു, ഇന്ന് നീ ദൈവത്തിന്റെ ശബ്ദം കേൾക്കുന്നുണ്ട്, നിന്റെ ഹൃദയത്തെ കഠിനപ്പെടുത്തരുത്. ഇന്ന്. Okay, that's the first response of sin. Okay? അതാണ് പാപത്തോടുള്ള ആദ്യത്തെ പ്രതികരണം. No response. ഒരു പ്രതികരണവും ഇല്ല. Number 2. രണ്ടാമത്തെ. Many Christians are in this stage. ഇത് പല ക്രിസ്ത്യാനികളും ആ സ്ഥിതിയിലാണ്. Trying to solve the problem yourself. നമ്മുടെ സ്വന്തമായ ശക്തിയാൽ ആ പ്രശ്നം നേരിടാൻ ശ്രമിക്കുക. This is an exhausting struggle. ഇതൊരു വളരെ കഷ്ടപ്പാടുള്ള ഒരു ബുദ്ധിമുട്ടുള്ള യാത്രയാണ്. Isaiah 31:1. Isaiah 31. പുസ്തകം 31:1. ഇസ്രായേലിന്റെ പരിശുദ്ധങ്കിലേക്ക് നോക്കുകയോ യഹോവയെ അന്വേഷിക്കുകയോ ചെയ്യാതെ സഹായത്തിനായി മിസ്രൈമിൽ നിന്ന് കുതിരകളിൽ മനസ്സൂന്നി രഥം അനവധി ഉള്ളതുകൊണ്ട് അതിലും കുതിരച്ചേവകർ മഹാബലവാന്മാരാകുകൊണ്ട് അവരിലും ആശ്രയിക്കുന്നവർക്ക് അയ്യോ കഷ്ടം. Woe to them who go down to Egypt. Where you go down to Egypt for help and rely on horses. See, those days horses are equivalent to today's B-5 bombers. I'm telling you, those ultra kingly horses were equivalent to today's bombers, which America has. Okay, and rely on horses and who trust in chariots because they are many, and horsemen because they are very strong people. But do not look to the Holy One of Israel or consult the Lord. വചനം പറയുന്നു, ഇസ്രായേലിന്റെ പരിശുദ്ധങ്ങളിലേക്ക് നോക്കുകയോ യഹോവയെ അന്വേഷിക്കുകയോ ചെയ്യാതെ സഹായത്തിനായി മിസ്രയീമിൽ ചെന്ന് കുതിരകളിൽ മനസ്സൂന്നി
രഥം അനവധി ഉള്ളതിനാൽ അതിലും കുതിരചേവകർ മഹാബലവാന്മാരായതുകൊണ്ട് അവരിലും ആശ്രയിക്കുന്നവർക്ക് അയ്യോ കഷ്ടം. So this ഇന്ന് is നമുക്കുള്ള ബോംബറുകളും അതുപോലെയാണ് അന്നത്തെ കുതിരകളും ഇസ്രായേലിന്റെ ശക്തി എന്ന് പറയുന്നത്. so this is not about not only about doing studying something, getting a rank or something. I'm talking about your struggle against sin. In your struggle against sin, are you relying on horses? Are you relying on Egypt? Are you relying on the worldly strength in your fight against sin? ഞാനിത് പറയുന്നത് നമ്മുടെ വലിയ യുദ്ധങ്ങളും വലിയ പരീക്ഷകൾ അതിനെ കുറിച്ചല്ല. വചനം പറയുന്നത് നിന്റെ ദൈനംദിനമുള്ള പാപവുമായുള്ള ഏറ്റുമുട്ടലിൽ നമ്മുടെ സഹായത്തിനായി നമ്മുടെ സ്വന്തം ശക്തിയിലും ഇസ്രായേലിൽ നിന്നുള്ള കുതിരകൾ പോലെ നമ്മുടെ ശക്തിയിൽ ഈ ലോകത്തിന്റെ പരിപാടികളിലുമാണോ ആശ്രയിക്കുന്നത്? You don't listen to this. You don't need more effort, but you need a new source of power. നിങ്ങൾക്ക് കൂടുതൽ ചെയ്യാനുള്ള കഴിവല്ല ആവശ്യം, നിങ്ങൾക്ക് വേണ്ട സ്രോതസ് മാറേണ്ട ആവശ്യമാണ്. Okay, so that is the most important thing. No, it is not more effort. It is a new source of power which is available to us. നിങ്ങൾ കൂടുതൽ ജോലി ചെയ്യാനല്ല, പക്ഷെ നിങ്ങൾ ചെല്ലേണ്ടത് നിങ്ങളുടെ ഏത് സ്രോതസ്സിൽ നിന്നാണ് നിങ്ങൾ ശക്തി പ്രാപിക്കേണ്ടത്, അത് വേറൊരു പുതിയ ഒരെണ്ണമാണ്. So imagine you have a pretty tall coconut tree. നിങ്ങൾക്ക് ഒന്ന് ആലോചിക്കും, നിങ്ങൾക്ക് ഒരു വലിയ പൊക്കമുള്ള ഒരു തെങ്ങുണ്ട്. Okay, and you want to bring down some coconuts. നിങ്ങൾക്ക് ചില തേങ്ങ അതിൽ നിന്ന് ഇടണമെന്ന് വിചാരിക്കും. You have 5,000 stones on the ground. നിങ്ങളുടെ തറയിൽ 5000 കല്ലുകളുണ്ടെന്ന് വിചാരിച്ചു. So I am one person. ഞാൻ ഒരാളാണ്. Then I want to throw the coconut down with the stones. എനിക്ക് കല്ലെറിഞ്ഞ് തേങ്ങ താഴെ ഇടണം. I try 1,000 stones I throw, nothing happens. ഞാൻ 1000 കല്ലെറിഞ്ഞാലും തേങ്ങ താഴെ ഇടില്ല. So there is a problem with my strength. So I go to the gym. I become like Arnold Schwarzenegger in 2 years. ഞാൻ എറിഞ്ഞിട്ട് വരുന്നില്ല, അപ്പൊ എന്റെ ശക്തി ഇല്ലാഞ്ഞിട്ടാണ് ഞാൻ ജിമ്മിൽ പോയി നല്ല വർക്ക്ഔട്ട് ചെയ്ത് I become Mr. World, Mr. Universe. ഞാൻ വലിയ ശക്തിയുള്ള വലിയ ജിമ്മനായിട്ട് തിരിച്ചു വരും. I take the stone and throw. പിന്നെയും ഞാൻ കല്ലെടുത്തെറിയോ. What will happen to the coconut? Will it come down? തേങ്ങ താഴെ വീഴുമോ? Why? But then somebody gives me a small gun. പക്ഷെ ആരെങ്കിലും എനിക്കൊരു ചെറിയ തോക്ക് തന്നു വിചാരിച്ചു. With one shot I can, kola mulan. What happened here? ആ തോക്ക് വെച്ച് ഒരു വെടികൊണ്ട് എനിക്ക് ഒരു കൊല തന്നെ താഴെ ഇടാൻ പറ്റും. Did my strength increase? എന്റെ ശക്തി കൂടിയോ? അവിടെ എന്റെ ശക്തി കൂടിയോ? Yes, my strength increased both places. One place it was my strength which increased exponentially. ഒരു സ്ഥലത്ത് എന്റെ ശക്തി ഒത്തിരി കൂടി, But nothing happened. പക്ഷെ ഒന്നും സംഭവിച്ചില്ല. But then the other place, മറ്റേ സ്ഥലത്ത് his strength was made perfect in my weakness. അവന്റെ ശക്തി എന്റെ ബലഹീനതയിൽ എന്നെ പൂർണ്ണനാക്കി. So the source was different. സ്രോതസ് വ്യത്യസ്തമുള്ള. I was the channel. ഞാൻ ആ ശക്തി വ്യാപരിക്കാനുള്ള ഒരു വഴി And the മാത്രം. coconut fell. ആ തേങ്ങ താഴെ. So that is the important thing about trying yourself. അതാണ് നമ്മൾ സ്വന്തമായി No, പരിശ്രമിക്കുന്നതിനുള്ള. I can't leave you like this, no? I can't leave you like this. So don't try yourself, just go. There is something which we have to do. There is something clear which we have to do. But we are not doing it. If you notice, all of the enemy's effort are trained at that point. So we will come to that, what we have to do. നമ്മൾ ഒന്നും ചെയ്യണ്ടെന്ന് പറഞ്ഞല്ലേ ഞാൻ നിർത്തുന്നത്. നമ്മൾ ഒരു കാര്യം ചെയ്യാനുണ്ട്, അത് മാത്രം നമ്മൾ ചെയ്യാതിരിക്കാനായിട്ട് പിശാച് നമ്മളെ മാനപൂർവ്വമായിട്ട് ശ്രമിച്ചു. It's easy to say, don't become like Arnold Schwarzenegger, don't struggle, just sit there. No. ഒന്നും ചെയ്യേണ്ട, അവിടെ ചുമ്മാ ഇരുന്നാൽ മതി എന്ന് പറയാൻ വേണ്ടി. There is something we have to do, I'll tell you. നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. The third response. മൂന്നാമത്തെ പ്രതികരണം. The Jesus way of response. യേശുവിന്റെ വഴി പ്രതികരിക്കാനുള്ളത്. It's transformation. അത് ഒരു വ്യതിചലനത്തിന്റെ ഒരു മാറ്റത്തിന്റെയാണ്, രൂപാന്തരത്തിന്റെയാണ്. When you are faced with a sin, നിങ്ങൾ ഒരു പാപത്തെ നേരിടുമ്പോൾ you are convicted. നിങ്ങളുടെ The conviction is there in the previous thing also, right? When you try yourself also, you are convicted first. നിങ്ങളുടെ പാപം നിങ്ങളുടെ മനസ്സിൽ നിങ്ങളുടെ ആ പാപത്തെ കുറിച്ചുള്ള ഒരു കുറ്റബോധം ഉണ്ടാവുന്നു. You confess. നിങ്ങൾ അത് ഏറ്റുപറയുന്നു. You surrender. ആ ദൈവത്തിന്റെ മുമ്പിൽ And then the change comes.
ദൈവത്തിന്റെ മാറ്റം വരുന്നു. Let us look at one verse to understand this. ഒരു വാക്യം വായിച്ച് നമുക്കത് And then some മനസ്സിലാക്കാം. subsequent verses you can read. 2 Corinthians 3:18. 2 കൊരിന്ത്യർ 3:8. 3:18. The clue lies in this. The answer to this question lies in this verse. And I hope the Lord will open your heart to understand this. This was put into my heart this morning, this verse. ഇത് എങ്ങനെയാണ് ഇത് നേരിടേണ്ടത് എന്നുള്ളതിനെ കുറിച്ച് വളരെ വ്യക്തമായി ദൈവം എന്റെ ഹൃദയത്തിൽ തന്നൊരു വാക്യമാണ്. അത് നിങ്ങൾക്ക് മനസ്സിലാവുന്ന Can we read? And we all of us, not one is left here, with unveiled face, beholding the glory of the Lord, are being transformed into the same image from one degree of glory to another. For this comes from the Lord who is the Spirit. എന്നാൽ മൂടുവാനം നീങ്ങിയ മുഖത്ത് കർത്താവിന്റെ തേജസ്സിനെ കണ്ണാടി പോലെ പ്രതിബന്ധിക്കുന്നവരായ നാം എല്ലാവരും ആത്മാവാകുന്ന കർത്താവിന്റെ ദാനമായി തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച അതേ പ്രതിമയായി രൂപാന്തരപ്പെടുന്നു. Now write down. Number 1. ഒന്നാമത്തെ കാര്യം, We all. ഒന്നാമത് നാം എല്ലാവരും. Not one is left here. We all. ഒരാൾ മാറി നിൽക്കുകയല്ല, നാം എല്ലാവരും. There is no special prophet, there is no special pastor, there is no special evangelist. We all. ഒരു പ്രത്യേകതയുള്ള ഒരു പാസ്റ്ററോ പ്രത്യേകിച്ചുള്ള ഒരു ഇവാഞ്ചലിസ്റ്റോ അങ്ങനെയൊന്നുമില്ല, നാം എല്ലാവരും. The so-called smallest person in this world to the biggest prince, whatever it is. ഈ ലോകത്തിലെ ഏറ്റവും ചെറിയ മനുഷ്യനെന്ന് വിചാരിക്കുന്ന ആളോ വലിയ മനുഷ്യരോ എല്ലാവരും. All have to go through this. എല്ലാവരും ഇതിൽ കൂടി കടന്നു. We all. നമ്മളെല്ലാവരും. Number 2, with unveiled face. രണ്ടാമത് മൂടുപടം നീക്കിയ മുഖം. You know the importance of this verse, unveiled face. ഈ മൂടുപടം നീക്കിയ മുഖം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? When Moses was on the mountain, when he came down after seeing the glory of God, people could not see the glory, so he had to put a veil on his face. ഇതിനു മുമ്പ് പറയുന്നു, മോശ സിനായി പർവ്വതത്തിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ദൈവത്തിന്റെ മുഖത്തോട് മുഖം കണ്ടുകൊണ്ട് ആ ഗ്ലോറി, ആ ദൈവത്തിന്റെ അത് കാണാൻ ആർക്കും പറ്റാത്തത് കൊണ്ട് അവരുടെ മുഖത്ത് ഈ മൂടുപടം ഇട്ടു എന്ന് പറയും. Even Moses could not see. That's why he said, I will pass by. He was hiding inside a rock and he saw God pass by. He couldn't see his face. ദൈവത്തിന്റെ തേജസ് കാണാനായിട്ട് മോശയ്ക്ക് പോലും കഴിഞ്ഞില്ല. മോശ ഒരു കല്ലിന്റെ ഇടയ്ക്ക് ഒളിപ്പിച്ചിട്ടാണ് ദൈവത്തിന്റെ തേജസ് വന്നത്. Nobody could face God. ആർക്കും ദൈവത്തെ കാണാൻ കഴിയില്ല. But on that afternoon, on that Friday afternoon 2000 years ago, ആ വെള്ളിയാഴ്ച ദിവസം 2000 വർഷങ്ങൾക്ക് മുമ്പ്, when Jesus Christ was, beaten and bruised and a spear was thrust on him, and when he gave up his spirit, ആ യേശു കർത്താവിനെ അടിച്ച് ക്രൂശിച്ചതായിട്ട് അവന്റെ ചങ്കിൽ കൂടെ കുന്തം കയറ്റി ആ സമയത്ത് അവൻ ക്രൂശിക്കപ്പെട്ടു. when his face was marred beyond any human recognition, അവന്റെ മുഖത്തെ ഒരു മനുഷ്യനും തിരിച്ചറിയാതെ പോലെ നശിപ്പിച്ചു കഴിഞ്ഞ സമയത്ത് he said, it is finished. അവൻ പറഞ്ഞു, ഇത് അവസാനം, എല്ലാം തീർന്നിരിക്കുന്നു എന്ന്. And with all the earthquakes and the sun was hidden and all those things, one important thing happened. The veil in the holiest place was torn to two. പല കാര്യങ്ങൾ വന്നേരം സംഭവിച്ചു. ഭൂകമ്പങ്ങൾ ഉണ്ടായി, പല സംഭവങ്ങൾ ഉണ്ടായി. അതിൽ ഏറ്റവും പ്രധാനം എന്ന് പറഞ്ഞാൽ ആലയത്തിലെ ആ തിരശ്ശീല രണ്ടായി ചിന്തിപ്പോയി. We had access to the holiest of holies through the torn body of Christ. യേശുവിന്റെ ചിന്തപ്പെട്ട ശരീരത്തിലൂടെ നമുക്ക് ദൈവത്തിന്റെ വിശുദ്ധിയുടെ വിശുദ്ധിയിലേക്ക്. So this is most important thing. It is not your effort, the effort of Jesus Christ. We all with unveiled face. So you have to understand that we are standing before God with an unveiled face. നമ്മുടെ ശക്തി കൊണ്ടല്ല, കർത്താവിന്റെ പ്രവൃത്തി കൊണ്ട് നമുക്ക് ഒരു മൂടുപടമില്ലാതെ, ദൈവത്തിന്റെ പ്രവൃത്തി കൊണ്ട് മൂടുപടമില്ലാത്ത മുഖത്തോടെ കർത്താവ്. Now listen to me very carefully. Whatever I have done in the past, when I stand here and talk, I talk with the authority of God, right? ഞാൻ എന്തും ചെയ്തിട്ടുണ്ടാണെങ്കിലും ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുമ്പോൾ ഞാൻ ദൈവത്തിന്റെ തന്നിരിക്കുന്ന അധികാരത്തിലാണ് നിൽക്കുന്നത്. So it would do well for you to listen, for me to listen also to what I say. ഞാൻ പറയുന്നത് കേൾക്കാനായിട്ട്, ഞാൻ ശ്രദ്ധിക്കാനായിട്ട് എനിക്ക് പ്രയോജനമുള്ളതായി തീരും. With unveiled face, this unveiled face, you dwell on this unveiled. When you read back the sentence,
stay there. What is this unveiled face? What is this unveiled face? What does that do to me? What does that do to me? Please wait and until you understand what is this unveiled face. ഈ മൂടുപടം മാറിയ മുഖം എന്താണെന്ന് മനസ്സിലാകുന്നത് ദൈവസന്നിധിയിൽ ഇരുന്നത് മനസ്സിലാക്കാനായി ശ്രമിക്കുക. Beholding the glory of the Lord. ദൈവത്തിന്റെ തേജസ്സ്. That's the third one. Beholding the glory. മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ തേജസ്സ് പ്രതിബിംബിക്കുക. Beholding means, I know you behold, you are in love with somebody, you behold, you sit and look at, your wife or husband, okay? You behold. It's a sustained gaze, sorry. നിങ്ങൾ ഒരാളുമായി സ്നേഹത്തിലാവുമ്പോൾ നിങ്ങൾ അവരുടെ മുഖത്തേക്ക് നോക്കുന്നു. ആ നോക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ നോക്കാനുള്ള ഉദ്ദേശത്തോടെ നോക്കിക്കൊണ്ടേയിരിക്കുന്നു. It's a sustained focus. നോക്കിക്കൊണ്ടേയിരിക്കുന്നു, തീരുമാനത്തോടെ നോക്കുന്നത്. So we don't have a veil, so there's something covering us, and we have a sustained focus. നമ്മുടെ മുമ്പിൽ ഒരു മൂടുപടമില്ല, പക്ഷേ നമ്മൾ ശ്രദ്ധയോടെ നമ്മൾ മനഃപൂർവ്വമായി ദൈവത്തിന്റെ മുഖത്തേക്ക് The glory of the Lord. ദൈവത്തിന്റെ തേജസ്. And then what will happen? അന്നേരം എന്ത് സംഭവിക്കും? We have been trying. Somebody is numb. Somebody is trying with their own strength. Horses and chariots. Now something else is coming. What is coming? നമ്മൾ പലതും ശ്രമിച്ചുകൊണ്ടിരിക്കും. നമ്മുടെ സ്വന്തം ശക്തിയായി ശ്രമിച്ചു, കുതിരകളും ചേവകരുമായിട്ട് ശ്രമിച്ചു. ഇപ്പോൾ വേറെ എന്തോ സംഭവിക്കാൻ പോകുന്നു. We are being transformed into the same image. നമ്മൾ ദൈവത്തിന്റെ അതേ പ്രതിബിംബത്തിലേക്ക് നമ്മളെ മാറ്റുന്നു. He is the express image of God. Christ is the express image of God. വചനം പറയുന്നു ദൈവത്തിന്റെ കർത്താവ് യേശുക്രിസ്തു കർത്താവിന്റെ പ്രതിബിംബമാണ്. We are being transformed. Transformation. Transformation. We don't know what is happening. I don't know what is happening, but I am being transformed. വചനം പറയുന്നു എനിക്ക് എന്താ സംഭവിക്കുന്നത് മനസ്സിലാവില്ല, പക്ഷേ എങ്കിലും ഒരു മാറ്റം സംഭവിച്ചു. 1 month back, few days back, I liked certain things, but now it's not affecting me. ഒരു മാസം മുമ്പ് ചിലത് എന്റെ ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ എനിക്ക് ചില പ്രതികരണമാണ്, പക്ഷെ ഇന്ന് എനിക്ക് അത് അനുഭവിക്കുന്നില്ല. I'm not holding myself. I won't do it. I'm not doing like that. But it's not affecting me. I'm being transformed. ഞാൻ ചെയ്യത്തില്ല നിർബന്ധം പിടിച്ച് ശ്വാസം പിടിച്ചിരിക്കുകയല്ല, എനിക്ക് എന്റെ ജീവിതത്തിൽ ഒരു മാറ്റം സംഭവിക്കുന്നു. I am doing something. I'm confessing. Again I'm going to again I'm confessing. I'm too full. ഞാൻ ചെയ്യുന്നു, ഞാൻ ഏറ്റുപറയുന്നു, വീണ്ടും ചെയ്യുന്നു, അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. Paul says, what I want to do, I do. I don't want to do, I do. What I want, I don't do. Wretched man I am. പൗലോസ് പറയുന്നു ഞാൻ ചെയ്യണമെന്ന് ആഗ്രഹിക്കാത്ത കാര്യം ഞാൻ ചെയ്യുന്നു, ഞാൻ എന്തൊരു മനുഷ്യനാണ് ഞാൻ. Who can save me from this? ആരെന്നെ ഇതിൽ നിന്ന് രക്ഷിക്കും? My Lord Jesus Christ. And the answer is this. How it is this sentence. എന്നെ ആർ വിടുവിക്കും? നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം. I've been transformed into the same image. ഞാൻ യേശുക്രിസ്തുവിന്റെ അതേ പ്രതിബിംബത്തിലേക്ക്. Next point. നാലാമത്തെ കാര്യം. Right, the next point. From one degree of glory to another. ഒരു തേജസ്സിൽ നിന്ന് തേജസ്സിന്മേലേക്ക് ഞാൻ. So it is a progressive transformation. So today I'm like this, tomorrow I'm different, tomorrow, the day after tomorrow I'm more different. I'm being transformed into the image. Along with that comes the character of Christ, the power of Christ, everything. ഞാൻ ദിവസം മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് ദൈവത്തിന്റെ സ്വഭാവവും ദൈവത്തിന്റെ ശക്തിയും എല്ലാം എന്റെ ദിവസം മാറിക്കൊണ്ടിരിക്കുകയാണ്. And when you are being transformed into the, it's glory. It's not just transformation. Transformed into the glory of Christ. I mean, how many? I don't think so. Any of us, we can't even imagine what that is. ഇവിടെ പറയുന്ന മാറുന്നത് മാത്രമല്ല, ദൈവത്തിന്റെ തേജസ്സിലേക്ക് നമ്മൾ മാറുന്നു എന്നാണ് പറയുന്നത്. For this comes from the Lord who is the Spirit. It is coming from whom? വചനം പറയുന്നു ഇത് വരുന്നത് ആത്മാവാകുന്ന കർത്താവിന്റെ ദാനമായിട്ടാണ്. We all have the access. ഒന്നാമത് നമ്മളെല്ലാവർക്കും unveiled faces, മൂടുപടം നീങ്ങിയ മുഖമുണ്ട്. Beholding the glory, കർത്താവിന്റെ തേജസ്സിനെ നമ്മൾ മനഃപൂർവ്വമായി നോക്കുന്നു. For are being transformed into the same image. ദൈവത്തിന്റെ അതേ പ്രതിബിംബത്തിലേക്ക് നമ്മൾ മാറുന്നു. 5 from glory to glory to glory. തേജസ്സിന്മേൽ തേജസ് പ്രാപിക്കുന്നു. Number 6. ആറാമതായി It is from the Lord who is the Spirit. ഇത് എങ്ങനെയെന്ന് വെച്ചാൽ പരിശുദ്ധാത്മാവിന്റെ ആത്മാവാകുന്ന കർത്താവിന്റെ ദാനമായിട്ട്. Now we know how we can escape sin. ഇപ്പോൾ നമുക്കറിയാമോ എങ്ങനെയാണ് നമ്മൾ പാപത്തിൽ രക്ഷപ്പെടുന്നത്? Christ came not only to pay for our sins. കർത്താവ് നമ്മുടെ പാപത്തിന്റെ
പരിഹാരം തരാൻ മാത്രമല്ല വന്നത്, but he came to save us today from today's sin. ഇന്ന് നമ്മുടെ പാപത്തിൽ നിന്ന് നമ്മളെ രക്ഷിക്കാനുമാണ് വന്നത്. A few more verses we can read. Romans 12:2. നമുക്ക് മറ്റു ചില വാക്യങ്ങളൂടെ വായിക്കാം. Romans 12:2. ലേഖനം 12-ാം അധ്യായം 2-ാം വാക്യം. Please write these verses for you to go and read again. Romans 12:2. റോമർക്കെതിരെ ലേഖനം Not conform to the 12. pattern of this world, but be transformed by the renewing of your mind. ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണവും ഇതുള്ള ദൈവഹിതം ഇന്നലെന്ന് അറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടും. So now we know how to be transformed. എങ്ങനെ മാറണമെന്ന് നമുക്കറിയാമോ? No, there's something which we can do. നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. Okay? Something which we can do. നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. Hebrews 12:2. എബ്രായർക്കെതിരെ ലേഖനം 12-ാം അധ്യായം 2-ാം വാക്യം. വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവരുമായ യേശുവിനെ നോക്കുക. തന്റെ മുൻപിൽ വെച്ചിരിക്കുന്ന സന്തോഷമോർത്ത് അവ അവമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിക്കുകയും ദൈവസിംഹാസനത്തിന്റെ വലതുഭാഗത്ത് ഇരിക്കുകയും ചെയ്തു. Okay, so we know what Jesus did, but the important thing I want you to look is looking to Jesus, the founder and perfecter of our faith. വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവരുമായ യേശു. That's very important. Looking is so important. Looking again, beholding, sustain focus. The founder. Okay, we all know Jesus as the founder of our faith. Okay, he saved us, he paid for our sins, and the perfecter of our faith. നോക്കുക, മനഃപൂർവ്വമായി വളരെ വ്യക്തതയോടെ കർത്താവിനെ നോക്കുക. അത് വളരെ പ്രത്യേകതയുള്ളതാണ്. ദൈവം നമ്മുടെ വിശ്വാസത്തിന്റെ നായകനാണെന്ന് നമുക്കറിയാം. പക്ഷെ അവൻ അത് മാത്രമല്ല, പൂർത്തി വരുത്തുന്നവനുമായ കർത്താവ്. 1 John 3:2. 1 John 3:2. 1 യോഹന്നാൻ 3:2. പ്രിയമുള്ളവരെ, നാം ഇപ്പോൾ ദൈവമക്കളാകുന്നു. നാം ഇന്നതാകുമെന്ന് ഇതുവരെ പ്രത്യക്ഷമായില്ല. അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ താൻ ഇരിക്കും പോലെ തന്നെ കാണുന്നതാകൊണ്ട് അവനോട് സദൃശന്മാരാകുമെന്ന് നാം അറിയുന്നു. Yes. So this glory to glory will finally culminate in us finally being exactly like the character. We'll have our own flavors, but the character will be just like Jesus. തേജസ്സിന്മേൽ തേജസ് നമ്മൾ പ്രാപിച്ച് നമ്മളിങ്ങനെ പോകുമ്പോൾ നമുക്ക് നമ്മുടേതായ ചില കാര്യങ്ങൾ കാണുമായിരിക്കും. പക്ഷെ നമ്മുടെ അവസാനം എന്ന് പറഞ്ഞാൽ നമ്മൾ കർത്താവിന്റെ സ്വഭാവം കാണിക്കുന്നവരായിരിക്കും, സദൃശ്യന്മാരാണ്. 2 Peter 1:3 and 4. 2 Peter 1:3 and 4. 1 പത്രോസ് 3:1-4. His divine power has given us everything we need for a godly life through our knowledge of Him who called us by His own glory and goodness. Okay. So തന്റെ മഹത്വത്താലും വീര്യത്താലും നമ്മെ വിളിച്ചവന്റെ പരിജ്ഞാനത്താൽ അവന്റെ ദിവ്യശക്തി ജീവനും ഭക്തിക്ക് വേണ്ടിയതൊക്കെയും നമുക്ക് ദാനം ചെയ്തിരിക്കുന്നുവല്ലോ. So his divine power has granted to us all things that pertain to life and godliness through the knowledge of him. So when you keep looking at him, the knowledge of him will increase. Of him who called us into his own glory. He has called us into his glory and excellence. അവന്റെ ദിവ്യശക്തിയിൽ നമ്മൾ നോക്കുമ്പോൾ അവന്റെ വചനം പറയുന്നു, അവന്റെ ദിവ്യശക്തി ജീവനും നമുക്ക് എന്ത് ആവശ്യമുള്ള എല്ലാം ദൈവം തന്ന് നമുക്ക് ജീവിക്കാനുള്ള എല്ലാം ഭക്തിക്കും വേണ്ടിയതെല്ലാം അവന്റെ ദിവ്യശക്തിയാൽ അവൻ നമുക്ക് തന്നിട്ടുണ്ട്. എങ്ങനെയാണ്? അവനെ കുറിച്ചുള്ള അവന്റെ ജ്ഞാനത്തിൽ അവനെ വിളിച്ചിരിക്കുന്നവന്റെ ജ്ഞാനം, അവനിലേക്ക് നോക്കുമ്പോൾ അവന്റെ ജ്ഞാനം നമ്മുടെ ഉള്ളിൽ അറിയുന്നു. Next line. By which he has granted to us very precious promises, so that through that you may become partakers of the divine nature, not the human nature, partakers, having escaped from the corruption that is in the world because of the sinful desire. അവയാൽ അവൻ നമുക്ക് വിലയേറിയതും അതിമഹത്വമായ വാഗ്ദത്തങ്ങൾ നൽകിയിരിക്കുന്നു. ഇവയാൽ നിങ്ങൾ ലോകത്തിന്റെ മുഖത്താലുള്ള നാശം വിട്ടൊഴിഞ്ഞിട്ട് ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായി. So all the promises are given for this only. The Bible verse is given primarily for this. All other things will fade away. All other things will seek ye first the kingdom of God and His righteousness, and all other things will be added unto you. Our eye is on the other things. ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ നമുക്ക് തന്നിരിക്കുന്ന ഒന്നാമത് ഇതിനു വേണ്ടിയാണ്, ദൈവത്തിന്റെ ഭക്തിയിലും ദൈവത്തിന്റെ ജ്ഞാനത്തിലും നടക്കാനായിട്ട്. ബാക്കിയെല്ലാം വചനം പറയുന്നു, മുമ്പേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിൻ, അതൊക്കെയും ബാക്കിയെല്ലാം നമ്മുടെ പുറകെ വരും. പക്ഷെ നമ്മുടെയൊക്കെ കണ്ണ് ആദ്യം ബാക്കിയുള്ളതിന്റെ പുറകെയാണ്.
3 more verses and we are stopping. 3 വാക്യങ്ങളോട് പറഞ്ഞിട്ട് നമ്മൾ നിർത്തും. Proverbs 3, 5 and 6. സദൃശ്യവാക്യങ്ങൾ 3, 5 and 6. 5, 6. Trust in the Lord with all your heart and lean not on your own understanding. In all your ways submit to Him, and He will make your path straight. പൂർണ്ണ ഹൃദയത്തോടെ യഹോവയിൽ ആശ്രയിക്കുക, സ്വന്തം വിവേകത്തിൽ ഊന്നരുത്. നിന്റെ എല്ലാ വഴികളിലും അവനെ നിലച്ചു കൊടുക്കുക, അവൻ നിന്റെ പാതകളെ നേരെയാണ്. So this is the conscious effort you have to make. Trust in the Lord with all your heart and do not lean on your own understanding. ദൈവത്തിൽ പൂർണ്ണ ഹൃദയത്തോടെ ആശ്രയിക്കണം, സ്വന്തം വിവേകത്തിൽ ഊന്നരുത്. And in all your ways acknowledge me. നിന്റെ എല്ലാ വഴികളിലും അവനെ നിലച്ചു So കൊടുക്കുക. today I'm feeling I have this thing to sin. Don't sit there. Lord, I am feeling like, be honest, I am feeling like this sin. I am feeling down. I am feeling sad. I am feeling depressed. Get up, go to Him, look at it. Maybe you'll have to look back again after 2 minutes. But again look at it. Again look at it. Nothing, no effort. It is not throwing a stone at somebody. I'm just coming to you. I don't know what is going to happen. നമ്മുടെ ജീവിതത്തിലെ സാഹചര്യം എന്താകട്ടെ, നമുക്കൊരു പാപമായിട്ടുള്ള ഇതാണ്, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ദുഃഖമാണോ, നമുക്ക് ഡിപ്രഷനാണോ, എന്തായാലും ആ സാഹചര്യവുമായി ദൈവത്തിന്റെ അടുത്ത് പോവുക, ഇന്ന് ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കുക. 2 മിനിറ്റ് കഴിഞ്ഞ് വീണ്ടും നോക്കേണ്ടി വരുമായിരിക്കും, പക്ഷെ വീണ്ടും സ്വന്തം ശക്തിയിലല്ല, ദൈവത്തിന്റെ മുഖത്തേക്ക്, അവനിലേക്ക് ആശ്രയിക്കുക പൂർണ്ണമായി. For people who are struggling with sin today, പാപവുമായി യുദ്ധം ചെയ്യുന്നതും, for people who are struggling with death of somebody today in our family, മരണവുമായി കഷ്ടപ്പെടുന്ന ആളുകൾ, you feel depressed now? നിങ്ങൾക്ക് ദുഃഖവുമായി ദുഃഖപ്പെട്ടു, Get up now and say, Lord, I am feeling depressed. Help me now. കർത്താവേ, ഞാൻ വളരെ ദുഃഖിതനാണ്, എന്നെ സഹായിച്ചേ, Fill me up now. എന്നെ ഇപ്പൊ നിറച്ചേ മതിയോ. Then you go back. തിരിച്ചു പോകും. 1 minute you feel again depressed. നിങ്ങൾക്ക് വീണ്ടും അടുത്ത മിനിറ്റിൽ Again get up. വീണ്ടും എഴുന്നേൽക്കുക. Bible says, if I look to you, those who look at the Lord, their face will be radiant. They will not be put to shame. വചനം പറയുന്നു, ദൈവത്തിലേക്ക് നോക്കുന്നവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു I'm not going back. I'm coming back to you again. ഞാൻ വീണ്ടും നിന്റെ മുഖത്തേക്ക് വരുന്നു. I'm not feeling very good. എനിക്ക് തീരെ നല്ല I'm feeling that you did bad, but I'm coming to you. എനിക്ക് തോന്നുന്നു നീ ചെയ്തത് തെറ്റാണ്, പക്ഷെ ഞാൻ വീണ്ടും You can tell that also to God, no? കർത്താവിനോട് അതും പറയാം. The only thing is that you should come before Him. ഒരേ ഒരു കാര്യം, ദൈവത്തിന് He doesn't mind what you tell Him. നീ എന്താ ദൈവത്തോട് പറയുന്നത്? You have a doubt, you look at Psalms. നിനക്ക് സംശയം ഉണ്ടെങ്കിൽ സങ്കീർത്തനത്തിൽ നോക്കുക. See what all David has written. ദാവീദ് എന്തൊക്കെ എഴുതിയെന്ന് നിങ്ങൾ ആലോചിക്കുക. Any idea? Okay, he has told his poured his heart. You know, when he was happy, when he was sad, when he was angry, everything he has told. ദാവീദിന്റെ ഹൃദയം അതുപോലാണ് സങ്കീർത്തനത്തിൽ പിടിച്ചിട്ടുള്ളത്. സന്തോഷമുള്ളപ്പോഴും ദുഃഖമുള്ളപ്പോഴും ദേഷ്യമുള്ളപ്പോഴും. So in all your ways acknowledge Him. നിന്റെ എല്ലാ വഴികളിലും അവനെ നിലച്ചു കൊടുക്കുക. And He will make straight your paths. അവൻ നിന്റെ പാതയെ നേരെയാണ്. And He will make straight your. അവൻ നിന്റെ പാതയെ നേരെയാണ്. 2 Corinthians 12:9. 2 കൊരിന്ത്യർ 12:9. I'll end with Isaiah. But He said to me, my grace is sufficient for you, for my power is made perfect in weakness. Therefore I will boast all the more gladly about my weaknesses, so that Christ's power may rest on me. അവൻ എന്നോട്, നിന്റെ കൃപ നിനക്ക് മതി, എന്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു എന്ന് പറഞ്ഞു. ആകയാൽ ക്രിസ്തുവിന്റെ ശക്തി എന്റെ മേൽ ആവസിക്കണ്ടേ, ഞാൻ അതിസന്തോഷത്തോടെ എന്റെ ബലഹീനതകളിൽ പ്രശംസിക്കും. This is the mind of Paul when he said, I will boast, I will rejoice in weakness. Because that's the only way you can do that, no? So he has reached that stage. That's when he said, I'm going to rejoice. Because every weakness is an opportunity for the power of അതുകൊണ്ടാണ് God. പൗലോസ് പറയുന്നത് അവന്റെ ബലഹീനതയിൽ അവൻ പ്രശംസിക്കും. കാരണം എന്താ പറഞ്ഞാൽ ഓരോ ബലഹീനതയും കർത്താവിലേക്ക് നോക്കാനുള്ള ഒരു അവസരമായി മാറുകയാണ്. So it's a contrary, it's a paradoxical verse which says that my power is made perfect in weakness. ഇതിലൊരു വിപരീതമായി പറയുന്നത്, എന്റെ ശക്തി നിന്റെ ബലഹീനതയിൽ തികഞ്ഞു വരുന്നു. So I don't have to be a Schwarzenegger. I don't have to wait 5 years becoming like a Schwarzenegger. With my small little bit muscles, I can take the bazooka and fire at the. എനിക്ക് എന്റെ ശക്തി കൂട്ടേണ്ട ആവശ്യമൊന്നുമില്ല. എന്റെ ഈ കുറഞ്ഞ ശക്തിയിൽ, കർത്താവിന്റെ ശക്തിയിൽ എനിക്ക് എന്റെ പ്രശ്നങ്ങളെ നേരിടാം. So I will boast all the more gladly. So do I have to hide my weakness before others now? അതുകൊണ്ട് എന്റെ കുറവുകളെ ഞാൻ മറ്റുള്ളവരുടെ മുന്നിൽ ഒളിപ്പിക്കേണ്ട ആവശ്യമുണ്ടോ? Do I have to become like a Saul now? Yeah, please, no, let others don't see my weakness. എനിക്ക് ശൗലിനെ പോലെ മറ്റുള്ളവർ എന്റെ വീക്ക്നെസ് കാണണ്ടെന്ന് വെക്കേണ്ട ആവശ്യമുണ്ടോ? Did David hide his weakness? ദാവീദ് അവന്റെ കുറവുകളെ ഒളിച്ചു വെച്ചു. So the verses in the Bible are coming to my mind because the Holy Spirit is reminding. David said, I have not hidden my
If I didn't, then I would have, my bones would have rotted. വചനം പറയുന്നു, ദാവീദ് പറയുന്നു, ഞാൻ എന്റെ പാപം ഒളിപ്പിച്ചിരുന്നു എങ്കിൽ, എന്റെ അകത്യം മറച്ചിരുന്നു എങ്കിൽ, എന്റെ എല്ലാ എല്ലുകൾ ഒഴിഞ്ഞു പോകുന്ന പോലെ ആവുമായിരുന്നു. Saul said, don't tell others to press now give me glory. David said, Lord, I have done that. And it is there in the Bible for Old Testament, the whole Israel, the whole world, till the end of times will read it. ശൗല് പറഞ്ഞു മറ്റുള്ളവർ ഇത് അറിയാതിരിക്കാനുണ്ട്, മറ്റുള്ളവരുടെ മുമ്പിൽ ഇത് മറക്കാനുണ്ട്. ദാവീദ് പറഞ്ഞു, എന്റെ പാപം ഞാൻ പറഞ്ഞു അത് ഈ ലോകാവസാനത്തോളം എല്ലാവരും വായിക്കും. Because David knew that his strength would be made perfect in his weakness. When Saul wanted his strength, ദാവീദിന് അറിയായിരുന്നു ആ ദൈവത്തിന്റെ ശക്തി അവന്റെ ബലഹീനതയിൽ അവനെ പൂർണ്ണമാക്കും. And finally Isaiah 40:28 to 31. അവസാനം നമുക്ക് ഐശായാവിന്റെ പുസ്തകം 40-ാം അധ്യായം അവസാന വാക്യങ്ങൾ 29, sorry. Okay, start from 28. Have you not known, have you not heard? The Lord is an everlasting God, the creator of the ends of the earth. He does not faint or grow weary. His understanding is unsearchable. നിനക്ക് അറിഞ്ഞുകൂടെയോ, നീ കേട്ടിട്ടില്ലയോ? യഹോവ നിത്യദൈവം, ഭൂമിയിലെ അറുതികളെ സൃഷ്ടിച്ചവൻ തന്നെ. അവൻ ക്ഷീണിക്കുന്നില്ല, തളർന്നു പോകുന്നില്ല. അവന്റെ ബുദ്ധി അപ്രമേയമത്രേ. He gives power to the faint, and to him who has no might he increases strength. അവൻ ക്ഷീണിച്ചിരിക്കുന്നവന് ശക്തി നൽകുന്നു, ബലമില്ലാത്തവന് ബലം വർദ്ധിപ്പിക്കുന്നു. Even youths shall faint and be weary, and young men shall feel exhausted. ബാല്യക്കാർ ക്ഷീണിച്ച് തളർന്നു പോകും, യൗവനക്കാരും ഇടറി വീഴും. But those who wait upon the Lord shall renew their strength. They shall mount up with wings like eagles. They shall run and not be weary. They shall walk and not be faint. എങ്കിലും യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ച് കയറും. അവർ തളർന്നു പോകാതെ ഓടുകയും ക്ഷീണിച്ചു പോകാതെ നടക്കുകയും ചെയ്യും. Those who gaze upon the Lord with unveiled faces, those who wait upon the Lord with unveiled faces, will be transformed from glory to glory into the image of Christ. മൂടുപടം മാറിയവരായി യഹോവയുടെ മുഖത്തേക്ക് നോക്കി, യഹോവയുടെ മുഖത്തേക്ക് തന്നെ ഏകാഗ്രമായി നോക്കുന്നവര് അവരുടെ ജീവിതങ്ങൾ മാറും. So അവർ തേജസ്സിന്മേൽ തേജസ് പ്രാപിക്കും. let me come back to you with this what I said before. We are dealing with suffering. ഞാൻ മുമ്പ് പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടെ നിങ്ങളെ ഓർപ്പിക്കട്ടെ. നമ്മൾ കഷ്ടതയെക്കുറിച്ച് There are 3 kinds of suffering: suffering against sin, suffering against personal insults, emotional suffering, suffering when people belittle you, and then bodily suffering, suffering of death, suffering when our family members go through pain. 3 തരത്തിലുള്ള കഷ്ടതയെക്കുറിച്ച് നമ്മൾ പറഞ്ഞു. ഒന്ന് പാപത്തിനെതിരെയുള്ള കഷ്ടത, രണ്ടാമത് ആളുകൾ നമ്മളെക്കുറിച്ച് പറയുകയും നമ്മുടെ വില തരാതെ ഇരിക്കുമ്പോൾ, മൂന്നാമത് നമ്മുടെ ശരീരത്തിലുള്ള കഷ്ടപ്പാടുകളും മരണവും ഇതുമൂലമുള്ള കഷ്ടത. We were talking about the first suffering, the most important one, for which Jesus came to save us. നമ്മളെ രക്ഷിക്കാനായി കർത്താവ് വന്ന ഏറ്റവും പ്രധാനപ്പെട്ട കഷ്ടത, അതിനെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്, പാപത്തിനെതിരെയുള്ള കഷ്ടത. We were telling that Christ emptied himself his glory and was dependent on the Holy Spirit, and he suffered yet without sin, with the power of the Holy Spirit, which is available to us. വചനം പറയുന്നു, കർത്താവ് തന്നെത്താൻ ഒഴിച്ച് എല്ലാത്തിനും മനുഷ്യ സാദൃശ്യത്തിലായി ഇവിടെ പാപവുമായി കർത്താവ് ജീവിതത്തിൽ പാപത്തെ നേരിട്ടു. പക്ഷെ പാപമില്ലാത്തവരായിരുന്നു. പരിശുദ്ധാത്മാവിന്റെ ശക്തിയാലാണ് യേശു കർത്താവ് ഈ ലോകത്തെ പാപമില്ലാതെ. We contrasted 2 people: Saul, who wanted his own glory, he was not bothered about God, and David, who exposed his sin, and even after doing such a great sin, exposed his sin and found favor with God. നമ്മൾ രണ്ടുപേരെ കുറിച്ച് ചിന്തിച്ചു. ശൗല് തന്റെ പാപത്തെ ഒളിച്ചു വെക്കാനായി നോക്കിയ ശൗല്, തന്റെ പാപത്തെ വിളിച്ചു പറഞ്ഞ് അതിൽ നിന്ന് ഏറ്റുപറഞ്ഞ് രക്ഷപ്പെടാൻ ശ്രമിച്ച ദാവീദിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. And we know about 3 responses to suffering. One is no response. നമ്മൾ ഈ പാപത്തിനോടുള്ള 3 പ്രതികരണങ്ങളെ കുറിച്ച് ചിന്തിച്ചു. ഒന്ന് പ്രതികരിക്കാതിരിക്കുക. That means they don't realize it, they're not bothered, they just go on with it just like that, don't feel it, and then this conscience is seared like iron. അവര് അതിനെക്കുറിച്ച് പ്രതികരിക്കാതെ, അതിനെക്കുറിച്ച് ചിന്തിക്കാതെ, കുറ്റബോധമില്ലാതെ ഇരുന്ന് അവരുടെ മനസ്സാക്ഷി കത്തലില്ലാതാവുന്നു. We heard about the example of leprosy patients, how they lose things because they don't even know what is happening. നമ്മൾ കുഷ്ഠരോഗികളെ കുറിച്ച് കേട്ടു. അവരുടെ ശരീരഭാഗങ്ങളൊക്കെ അറ്റുപോകുന്നു, അവർക്ക് വേദന ഇല്ലാത്തതുകൊണ്ട് ശരീരഭാഗങ്ങൾ അറ്റുപോകുന്നതിനെ കുറിച്ച് കേട്ടു. We saw the second
way of dealing with sin is trying yourself and exhausting yourself. രണ്ടാമത്തെ നമ്മൾ നമ്മുടെ സ്വന്തം ശക്തിയാൽ പാപത്തിനെതിരെ പോകുന്നതാണ് രണ്ടാമത്തെ വഴി. We heard that you don't need more effort, but you need a new source of power. നമ്മൾ കേട്ടു നമുക്ക് കൂടുതൽ ബലം, നമ്മൾ കൂടുതൽ കഷ്ടപ്പെടുകയല്ല വേണ്ടത്, നമുക്ക് പുതിയൊരു സ്രോതസ്, നമ്മുടെ ശക്തിക്ക് ഒരു പുതിയ സ്രോതസ്സാണ് ആവശ്യം. Then as we were wondering what can we do, we heard that God has made a way, and what we have to do is what Jesus told Martha. നമ്മൾ ഇതെങ്ങനെ ചെയ്യുമെന്ന് ആലോചിച്ചപ്പോൾ നമ്മൾ ഒരു കാര്യം ഓർത്തു. മാർത്തയോട് കർത്താവ് പറഞ്ഞ കാര്യം, Martha, Martha, you are worried about many things, മാർത്ത മാർത്ത, നീ പലതിനെ ചൊല്ലി വേദനപ്പെടുന്നു, but only some things are necessary. പക്ഷെ ചില കാര്യങ്ങളെ വേണ്ടൂ, Or in fact only one thing is necessary. അല്ല ഒരു കാര്യം മാത്രം. And Mary has chosen that, മേരി അത് തിരഞ്ഞെടുത്തിരിക്കുന്നു, and it shall not be taken away from her. അത് മേരിയിൽ നിന്ന് ആരും What did Mary do? മേരി എന്താണ് ചെയ്തത്? He sat at the feet of Jesus, യേശുവിന്റെ സന്നിധിയിൽ looking intently to the face of Jesus, കർത്താവിന്റെ മുഖത്തേക്ക് തന്നെ വളരെ ശ്രദ്ധയോടെ, being transformed by every word that came out of the mouth of Jesus. കർത്താവിന്റെ വായിൽ നിന്ന് ഓരോ വാക്കിനാൽ അവരുടെ ജീവിതം രൂപാന്തരപ്പെട്ടു. And Martha, what was Martha doing? മാർത്ത She എന്തായിരുന്നു? was sister, she loved Jesus. മാർത്ത She was doing വളരെ things for Jesus. കർത്താവിന് വേണ്ടി പല കാര്യങ്ങൾ ചെയ്യുകയാണ്. She was cooking. No, many people, my wife used to say, no, a lot of ladies identify with Martha. What is the Lord doing? You know, hire a brush on like Mary is that. Sorry. മാർത്ത ചെയ്ത പോലെ അടുക്കളയിൽ കയറിയില്ലെങ്കിൽ ആരാ ഭക്ഷണം ഉണ്ടാക്കുന്നത്? But Jesus said, we have to listen to the Lord, right? He said, the most important thing is most important thing. That is looking intently. Put that verse for the final time again, 2 Corinthians 3:18, and we'll stop with that. നമുക്ക് ഒന്നുകൂടെ 2 കൊരിന്ത്യർ 3:18 That is exactly ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. That is exactly what Mary did. മേരി ചെയ്തത് With unveiled face, മൂടുപടം നീക്കിയപ്പോൾ beholding the glory of the Lord, കർത്താവിന്റെ തേജസ്സിനെ നോക്കി, being transformed into the same image as Him. കർത്താവിന്റെ അതേ തേജസ്സിലേക്ക് മാറ്റപ്പെട്ടു, രൂപാന്തരപ്പെട്ടു. From one glory to another. തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ചു. And this comes from the Lord who is the Spirit. അതെങ്ങനെ സംഭവിക്കുന്നു? ആത്മാവായ കർത്താവിനാൽ സാധിക്കും. Please go back and read all these verses. May the Lord help you. And ദൈവം നിങ്ങളെ ഈ വാക്കുകളാൽ this സഹായിക്കും. week, please focus on two questions. The two questions are, നിങ്ങൾ 2 ചോദ്യങ്ങളുമായിട്ട് ഈ ആഴ്ച നിങ്ങൾ ചിന്തിക്കണം. the two questions are, what have you become numb to? നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് പാവങ്ങൾ എന്തുമായിട്ടാണ് നിങ്ങൾ മരവിച്ച ഒരവസ്ഥയിൽ? First is, what have you become numb, really numb? You know, that's very important. നിങ്ങൾ എന്തിനോടാണ് നിങ്ങൾ ഒരു മരവിച്ച അവസ്ഥയിലുള്ളത്? And what are you trying to do on your own? നിങ്ങൾ നിങ്ങളുടെ സ്വന്തം ശക്തിയാൽ എന്താണ് ചെയ്യാൻ ശ്രമിക്കുന്നത്? And then once you realize that, we know the way out. നിങ്ങൾ അത് ഏതൊക്കെയാണെന്ന് സാഹചര്യങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ അതിൽ എങ്ങനെയാണ് വരത്തു The വരുന്നത്? devil does a wonderful thing, huh? പിശാച് ഒരു വലിയ കാര്യം ചെയ്യും. What is we all trying so many things. You know, we are calling pastors, we are calling this, we are doing that, pray for us. But when we have such a thing, no, we are not doing that. No, we are trying with our own strength, we are sitting. But whatever we feel, whether feelings are there or not, no, we are not doing. Lord, I am feeling this. I am going to sit like this. Again, it will take 2 days, 3 days, months. No cooking. Keep coming back. That's the only way. This is what the Bible says, and it will do better for us to heed what the Lord is saying today. Today, if you hear His voice, do not harden your heart. നിങ്ങൾ ദൈവവചനം, നമ്മൾ പല കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കും, പലരോട് പ്രാർത്ഥിക്കാൻ പറയും. പക്ഷെ വചനം പറയുന്ന ഒരു കാര്യമാണ്, അവന്റെ മുഖത്തേക്ക് നോക്കാനായിട്ട്. ദൈവം പറഞ്ഞ കാര്യം നമ്മൾ എത്ര പ്രാവശ്യം നമ്മൾ വീണു പോയാലും കുഴപ്പമില്ല, വീണ്ടും വീണ്ടും അവന്റെ മുഖത്തേക്ക് നോക്കുക. May the Lord bless you. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.